ഹായ് ഓൾ, എൻ്റെ പേര് നജീബ്. ഞാൻ DH എക്സാം ആയിരുന്നു എഴുതിയത്. 25-നായിരുന്നു എക്സാം. അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ഫോർ ആൻഡ്രൂ സാർ ആൻഡ് മഡ്വഞ്ചർ ടീം. സാറോട് പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ DH എക്സാം എഴുതിയപ്പോൾ ഫെയിലായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസ് പാറ്റേൺ മാറ്റിയ ഉടനായിരുന്നു എഴുതിയത്. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല, ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റീസൺസായി എഴുതിയ ഫ്രണ്ട്സ്, അവരെ ഒപ്പീനിയൻസ്, പിന്നെ ഫയൽസ്, മെറ്റീരിയൽസ് ഒക്കെ നോക്കിയാൽ തന്നെ നമുക്ക് പാസ്സാവാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാവരെ പോലെ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാം എഴുതുന്നതിന് മുമ്പ്. പക്ഷേ സാറ് മെറ്റീരിയൽസും ക്രാഷ് കോഴ്സൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഫയലും നോക്കണം. ഓരോ ഫയലിനും ഫയൽ, മെയ് ഫയൽ അപ്ഡേറ്റഡ്, അത്യാവശ്യം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരുന്നു. പിന്നെ ക്രാഷ് കോഴ്സിലുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കേസ് ടൈപ്പ് ആയിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടാവും, അത് വെച്ച് നോക്കുക. നമ്മൾ കേസ് കാണുമ്പോൾ വെറുതെ പേടിക്കൊന്നും വേണ്ട. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കേസ് നിന്നിട്ട് അതിൽ ചിലപ്പോൾ വാല്യൂസ് എല്ലാത്തിനും നോർമൽ ആയിരിക്കും, എക്സെപ്റ്റ് ചിലപ്പോൾ ഇപ്പോൾ ഒരു കേസിൽ HB1AC മാത്രം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയത്, ഡയബറ്റീസ് മെല്ലിറ്റസിൻ്റെ ഏതാണ് ഇൻസുലിൻ കൊടുക്കേണ്ടത്, ഇനി എത്രയും പെട്ടെന്ന് മാറണമെങ്കിൽ ഏതാണ് റാപ്പിഡ് ആക്ടിങ് ആണോ, അങ്ങനത്തെ നോക്കുക. പിന്നെ കാൽക്കുലേഷൻസ് ഒരു അറൗണ്ട് 10 ക്വസ്റ്റ്യൻസിലധികം വന്നിരുന്നു. ജസ്റ്റ് ലൈക്ക് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷന്, ക്ലിയറൻസ്, അബ്സല്യൂട്ട് ബയോഅവൈലബിലിറ്റി, ഏരിയ അണ്ടർ കർവ്, ടേൺ ഓവർ റേറ്റ്, റിലാറ്റീവ് റിസ്ക്, അറൗണ്ട് ഒരു 11 ക്വസ്റ്റ്യൻസ്. പിന്നെ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ഒരു 8 സ്ട്രക്ചേഴ്സൊക്കെയാണ് ചോദിച്ചത്. അതിൽ റിയാക്ഷൻ ചോദിച്ചിരുന്നു, ലൈക്ക് അസറ്റൈലേഷൻ, അതായത് ഈ ടൈറോക്സിൻ്റെ സ്ട്രക്ചർ ചോദിച്ചിട്ട്, ടൈറമിൻ ആ ഫെർമെൻറ്റേഷൻ്റെ അതിലുള്ള പാർട്ട് അതിന് ചോദിച്ചിരുന്നു. പിന്നെ ആൻറ്റിഡോട്ട്സിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചു. അതിൽ പെൻസിലിൻ്റെ ആൻറ്റിഡോട്ട്, പാരസെറ്റമോൾ, ഇതൊക്കെ കേസായിട്ടാണ് കേട്ടോ അവർ ചോദിക്കുക. അപ്പോൾ അവസാനം ഇത് എങ്ങനെയാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഒരു കേസ് ടൈപ്പ് ആയിട്ടാണ് ചോദിക്കുക. അതിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ നമുക്ക് അതിൻ്റെ ഒരിത് കിട്ടും, ഏതാണ് ചോദിക്കുന്നതെന്നുള്ളത്. പിന്നെ പിക്ചർ കാണിച്ചിട്ട് എഫിക്കസി, പോട്ടൻസി ചോദിച്ചിരുന്നു. അതായത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആയിക്കോ ഏറ്റവും കൂടുതൽ പോട്ടൻസി കൂടുതൽ, പിന്നെ ഏറ്റവും കൂടുതൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻ കാണിക്കുന്നതാണ് ഏറ്റവും എഫിക്കസി കൂടുതലുള്ളത്. പിന്നെ ഇൻഡ്യൂസേഴ്സും ഇൻഹിബിറ്റേഴ്സും നല്ലോണം പഠിക്കണം കേട്ടോ. കാരണം അതിൽ 2 ഡ്രഗ് തമ്മിൽ, അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പ്ലസ് വേറൊരു ഇൻഡ്യൂസറോ ഇൻഹിബിറ്ററോ വെച്ച് ചോദിക്കും ഒരു കേസ് ടൈപ്പ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ആക്ഷന് അല്ലെങ്കിൽ മെറ്റാബോളിസം കുറയ്ക്കുകയാണോ അല്ലെങ്കിൽ മറ്റേ ഡ്രഗിൻ്റെ ടോക്സിസിറ്റി ഏതാണ് കൂട്ടാണോ, അങ്ങനത്തെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും പ്രത്യേകം നോക്കാം. പിന്നെ എനിക്ക് കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് മെല്ലിറ്റസ്, ആ ഒരു കാർഡിയോവാസ്കുലർ ആ ഒരു ഏരിയ നല്ല വന്നിട്ടുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ആണ്. അപ്പോൾ അതിൽ അവർ ചോദിക്കുക വെച്ചാൽ ഈ കേസ് തരും, പിന്നെ കുറേ സിംറ്റംസ് ഉണ്ടാവും. അതായത് കൊളസ്ട്രോൾ ലെവൽ കൂടുകയാണോ കുറയാണോ, അല്ലെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് വരും, മയാൾജിയ, റാബ്ഡോമൈലോസിസ്. അപ്പോൾ അതിൻ്റെ കാരണം ഏതാണ്? ഉദാഹരണത്തിന് ഇപ്പോൾ അതൊക്കെ സ്റ്റാറ്റിൻസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ സ്റ്റാറ്റിൻസ് ഉണ്ടാവും, പിന്നെ മറ്റു ഡ്രഗ്സും ഉണ്ടാവും. അപ്പോൾ സംഭവം കേസായിട്ട് ചോദിച്ചാൽ നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ ഫാർമക്കോജെനറ്റിക്സ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മ്യൂട്ടേഷൻ, പിന്നെ പ്ലാസ്മിഡ്, മെർക്കാപ്റ്റപ്രോൾ, കാർബാമസിപ്പിൻ, അതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളെ ഫയൽസിലുള്ളതാണ്. അത് അവർ കുറച്ചുകൂടി ഒരു ലെങ്തി ആയിട്ടുള്ള കേസായിട്ട് ചോദിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അത് BP യൂസ് ചെയ്യുന്നത് എത്ര ഡേയ്സ് ആണ്. പിന്നെ അതിൽ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, 72 hours ശേഷം, 12 hours ശേഷമാണോ, അല്ലെങ്കിൽ 24 hours ശേഷം പിന്നെ ഒരു 12 hours കഴിഞ്ഞിട്ടാണോ കൊടുക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ പ്രത്യേകം നോക്കേണ്ടത് സൈഡ് എഫക്ട്സ്, പിന്നെ ആൻറ്റിഡോട്ടും സൈഡ് എഫക്ട്സും പ്രത്യേകം നോക്കണം. കാരണം പെൻസിലിൻ്റെ ആൻറ്റിഡോട്ട് ചോദിച്ചിരുന്നു, പാരസെറ്റാമോൾ ചോദിച്ച്, ഒക്കെ കേസ് ടൈപ്പ് ആയിട്ടാണ് ചോദിച്ചത്.
അപ്പോൾ പിന്നെ മിയോസിസ്, അഡിക്ഷൻ, ഇതൊക്കെ ഒരു കേസിലുണ്ട്. അതിന് ഏതാണ് നമ്മൾ ആൻറ്റിഡോട്ട് കൊടുക്കുക, ലൈക്ക് നാലോക്സോൺ അങ്ങനെ. പിന്നെ ഒരു വാല്യൂസ് കുറേ തന്നെ, അതിൽ എല്ലാ വാല്യൂസും നോർമലാണ്, അയണിൻ്റെ വാല്യൂസ് മാത്രം കുറവാണ്. അതിന് ഏത് കാരണമാണ് ഉണ്ടാവുക? അനീമിയാണ് ഉത്തരം അങ്ങനെ വരുന്നത്. പിന്നെ പാങ്ക്രിയാറ്റിസ് കേസിൽ ഏത് കാർബോഹൈഡ്രേറ്റിനാണ് ബാധിക്കുക? സ്റ്റാർച്ച്. പിന്നെ മലേറിയ ഡ്രഗിൻ്റെ ഇത് ചോദിച്ചിരുന്നു, മലേറിയ കോസിങ് ഡ്രഗ്സ്, ഇത് എക്സാമ്പിൾ. പിന്നെ ഹെർപ്പസ് വൈറസ്, അതിലേത് വാക്സിനാണ് കൊടുക്കുക? പിന്നെ ഏതൊക്കെ വാക്സിന് ഒപ്പം കൊടുക്കുക? പിന്നെ ഇമ്മ്യൂണോ സപ്രസൻ കേസിൽ വാക്സിൻ കൊടുക്കാൻ പറ്റുമോ അന്ന് തന്നെ? അങ്ങനത്തെ ചോദ്യങ്ങൾ. പിന്നെ ഈ ട്യൂബർകുലോസിസിൻ്റെ ഈ ടെസ്റ്റ് ഏത് ഡ്രഗ്, അതായത് ഇൻഫ്ലിക്സിമാബ്, ആ ഒരു കേസ് ഉണ്ടല്ലോ, അത് ചോദിച്ചിരുന്നു. റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ബയോളജിക്കൽ ഏജൻസ് കൊടുത്തതിന് ശേഷം ഏത് ടെസ്റ്റാണ് കൊടുക്കുക? പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഒരുവിധം ക്വസ്റ്റ്യൻ അതിലാണ് വന്നത്. അതിൽ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് സിഫാലോസ്പോറിൻസിൻ്റെ യൂസസ് പ്രത്യേകം പഠിക്കണം, കാരണം അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ വന്നിരുന്നു. പിന്നെ മീത്തൽ റെസിസ്റ്റൻ്റ് സ്റ്റെഫ്ലോറിസിസ് കേസ്, വാൻകോമൈസിൻ റെസിസ്റ്റൻറ്റിൻ്റെ അതിലേതൊക്കെ ഡ്രഗാണ് യൂസ് ചെയ്യുക? പിന്നെ എപ്പിലെപ്സിയിലാണെങ്കിൽ ഇതില്ലേ ഈത്തോസെക്സിമൈഡ് സ്ട്രക്ചർ, ആബ്സെൻസൈസസിൽ ആ സ്ട്രക്ചർ കാട്ടി തരും ഏതാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ട്. പിന്നെ കേസ് സ്റ്റഡീസിൽ എനിക്ക് 2 ക്വസ്റ്റ്യനേ വന്നുള്ളൂ. പിന്നെ എത്തിക്സിന് ഒരു ക്വസ്റ്റ്യന്. പിന്നെ ഈ എലാസ്റ്റിക് കേസിൻ്റെ അത് ചോദിച്ചിരുന്നു, അതായത് ഡിമാൻഡ് കൂടെ കുറയുള്ള ഒരു സംഭവമല്ലേ, അത് ചോദിച്ചിരുന്നു. പിന്നെ പെഗ്ലൈസൈൻ എന്താണ് യൂസ് ചെയ്യുക, അതായത് പോളിഇഥിലൈൻ ഗ്ലൈക്കോൾ എക്സ്റ്റെൻഡ് ദ ഹാഫ് ലൈഫ്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പിന്നെ സിൽഡിനാഫിലിൻ്റെ ഒരു കേസ് ചോദിച്ചിരുന്നു. ഞാൻ റീകളക്ട് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസൊക്കെ. പിന്നെ മൈക്രോബയോളജിന്ന് ക്വസ്റ്റ്യൻസ് കുറവായി ചോദിച്ചത്. അതിൽ നിന്ന് പർപ്പിൾ സ്റ്റെയിൻ വിത്ത് കോക്കി ഷേപ്പ്ഡ് ഏതാണ് വരുന്നതെന്ന്, അതായത് സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷ്യസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അദറൻസിന് കുറച്ചധികം ചോദ്യം ചോദിച്ചിരുന്നു, ഡ്യൂപ്ലിക്കേഷൻ ഡ്രഗ്, പിന്നെ എറർ, പിന്നെ മാക്സിമം വാല്യൂ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക, ലൈക്ക് പ്രിസ്ക്രൈബർ വിത്ത് ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ. മെറ്റ്ഫോർമിൻ്റെ കേസ് ചോദിച്ചിരുന്നു. അത്യാവശ്യം ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പിന്നെ എല്ലാവരോടും പറയുകയാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, അത്യാവശ്യം ഈ ഫയൽസും സാറ് മെറ്റീരിയൽസും നോക്കിയാൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. പക്ഷെ ആ നോക്കുന്നത് ഒന്ന് തറവായി നോക്കുക, 1-2 പ്രാവശ്യം നോക്കുക. പിന്നെ എക്സാമിന് പോകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് തന്നെ നമ്മൾ എല്ലാം ഒന്നുകൂടി റിവിഷൻ ചെയ്യണം, കാരണം നമ്മൾ ആദ്യം പഠിച്ചു വെച്ചതാണെങ്കിലും എല്ലാം കൂടി ഒരു ഐഡിയ ഉണ്ടാവില്ല അവസാനം. പക്ഷെ അപ്പോൾ റിവിഷൻ ടൈം നല്ലോണം ഒന്നുകൂടി നോക്കായിരുന്നു. പിന്നെ ടെൻഷൻ എടുക്കരുത്. പിന്നെ എക്സാം ഹാളിൽ പോയാൽ ആദ്യം നമ്മൾ എക്സാം ഹാളിൽ കയറി ഒരു 3 മിനിറ്റ് നമുക്ക് അതിൻ്റെ റൂൾസൊക്കെ നോക്കാനുണ്ടാവും, അത് റിലാക്സ് ആയി നോക്കുക. അതിന് ശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്യുക. എക്സാം സ്റ്റാർട്ട് ചെയ്താൽ ടൈം മാനേജ്മെൻ്റ് ആണ് പിന്നെ പറയാനുള്ളത്. എല്ലാവരും പറയുന്ന ഒരു കേസായിരുന്നു. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ പറയുന്ന വെച്ച് തന്നെ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസൊക്കെ അറിയാത്തത് സ്കിപ്പ് ചെയ്ത്, അതായത് ഫ്ലാഗ് ചെയ്തിട്ട് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തായിരുന്നു. അതിനെക്കൊണ്ട് ടൈം വലിയ പ്രശ്നമായി തോന്നിയില്ല. അപ്പോൾ ഫ്ലാഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ലാസ്റ്റ് നമുക്ക് ആ ഫ്ലാഗ് ചെയ്ത ഓപ്ഷനിൽ പോവാം. അപ്പോൾ പിന്നെ നമ്മൾ ഏതെങ്കിലും ആൻസർ സെലക്ട് ചെയ്ത് ആ ഫ്ലാഗ് ചെയ്തത് അൺഫ്ലാഗ് ചെയ്യണം കേട്ടോ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കാവും. അപ്പോൾ ചിലവർക്ക് ഇത് അറിയാണ്ടാവില്ല. ആദ്യത്തെ എക്സാമിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു 10 ക്വസ്റ്റ്യൻസ് അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫ്ലാഗ് ചെയ്തത് അൺഫ്ലാഗ് ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ ഗ്രീൻ കളർ ഉള്ളത് ഡാർക്ക് കളറാവും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തെന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ മുകളിൽ നോക്കിയാൽ മതി എത്ര പെർസെൻറ്റേജ് നമ്മൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് ഇനി എത്ര ഉണ്ടെന്ന് നമുക്ക് ഐഡിയ ഉണ്ടാവും. അപ്പോൾ കാൽക്കുലേഷൻസൊക്കെ റിസ്ക് ഉള്ളതാണെങ്കിൽ അതിന്മേൽ നമ്മൾ ടൈം പോക്കരുത്.
അത് ഫ്ലാഗ് ചെയ്യാം. നമുക്ക് ഉറപ്പായിട്ട് ലാസ്റ്റ് അത് ചെയ്യാൻ പറ്റും. വേഗം അറിയുന്നത് വേഗം മാർക്ക് ചെയ്ത് പോയാൽ മതി. പിന്നെ ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.